ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട്, അത് നടലാണ്. ഇത് റംബൂട്ടാനാണ്. മറ്റേ പിന്നെ മാംഗോസ്റ്റിനുണ്ട്, വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്, പിന്നെ വീണ്ടും റംബൂട്ടാൻ. അപ്പം ഇത് ഇന്ന് നടുന്നതാണ്. അതിനകത്ത് വളലും സെറ്റാക്കുന്നു. ഈ വളലും മിക്സ് ആക്കണം. അതിന് ഇത് എന്ത് വളമാണ്? ഇത് ജൈവവളം. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി തട്ടിയിട്ടുണ്ട്. ഇത് കായ്വളാണ്. നമ്മളിപ്പോൾ കമ്പോസ്റ്റ് എടുക്കാനാണ് പോകുന്നത്. മണ്ണിര കമ്പോസ്റ്റാണിത്. ഇതാണ് മണ്ണിര കമ്പോസ്റ്റ്. ആ കാണുന്നതെല്ലാം കൃഷകൻ്റെ കലാവിരുദ്ധാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് എടുക്കാം. കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനിത് നമുക്കും ബാക്കിയെല്ലാം ഇട്ട് അതേ വളത്തിലേക്ക് പോയിട്ട് ഇടാം. മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുണ്ണാക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കണം. ഈ കാണുന്ന സ്ഥലം കണ്ട ഈടെയാണ് നമ്മളിപ്പോൾ ആ കാണിച്ച ചെടിയെല്ലാം നടാൻ ഉദ്ദേശിക്കുന്നത്. ഈടെ നടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ചെടിക്കെല്ലാം മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. അപ്പം ഈ കാണുന്ന ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നടാന്ന് വിചാരിച്ചിന്. ഇവിടെ മുമ്പൊരു മഹാഗണിയാണ് ഉണ്ടായിന്. അതിന്റെ വേരാണ് ഈ കാണുന്നത്. അത് മുറിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് വന്ന് അതിന്റെ വേര് ഇങ്ങത്തോളം നമ്മളെ വീട്ടിന്റെ കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിനി. കളത്തിലെത്തി അത് പൊട്ടിത്തുടങ്ങിനി. അന്നേരമാണ് നമ്മളത് മുറിച്ചു മാറ്റിയേ. ആ മുറിച്ചു മാറ്റിയ സ്ഥലത്താണ് നമ്മളിപ്പം ഈ ചെടി വെക്കാൻ പോകുന്നത്. കണ്ടോ, കളം പൊട്ടിയിട്ട് കണ്ട. പറ്റുവാണെങ്കിൽ ആരും വീട്ടുവളപ്പിൽ മഹാഗണി വെക്കാണ്ടിരിക്കാൻ നോക്കുക. വെച്ചാൽ ഇതേപോലെ നല്ല എട്ടിന്റെ പണി കിട്ടും. നമ്മളിനിയിപ്പോൾ വീടില്ലേ ഈ കൊമ്പും കാര്യങ്ങളെല്ലാം ഇട്ട് മാറ്റാനാണ് പോകുന്നത്. ഇത് ഇപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടെടുത്തിട്ടുണ്ട്. ചെറിയ ആളെ നമ്മളാക്കിയിട്ടില്ലു. ഇനി ഇവിടെയാണ് നടാൻ പോകുന്നത്. അമ്മ കുമ്മായി ഇട്ടോ. കുമ്മായി ഇടുന്നുണ്ട്. എല്ലാവരുടെയും എത്തുന്ന വിധത്തിലിടും. ഇനി അപ്പുറത്തേന് ഇടുന്നുണ്ട്. ഈ രണ്ട് കുഴിയിലും നമ്മൾ റംബൂട്ടാനാണ് വെക്കുന്നത്. ഇപ്പുറത്തെ കുഴിയിലാണ് പ്ലാവ് വെക്കുന്നത്. വളം ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച വളമാണ്. ഓക്കെ, മതി. കുറച്ച് മണ്ണിട്ടിട്ട് ഈ വളവും മണ്ണും മിക്സ് ആക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പുറം വളം ഇടുന്നുണ്ട് അമ്മ. ഉണങ്ങിയ ചപ്പും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളത്തിന് മുകളിലായിട്ടാണ്. വളവും മണ്ണും മിക്സ് ആക്കിയതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണങ്ങിയ ചപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും മണ്ണിടുക ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെടി നടുവലും മണ്ണിട്ടിട്ടുണ്ട്. നമുക്ക് ചെടി നടാം. നനക്കണം എന്നാണ് ദമ്മ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മഴ പെയ്യൂലെങ്കിൽ നല്ല വെയിലാന്ന് കാണുന്നത്. അപ്പം ഇതിന് തണലാക്കി കൊടുക്കേണ്ടി വരും. ഓല വെച്ച് തണലാക്കണം. അപ്പം പിന്നെ ഇനി എന്തായാലും അത് ചെയ്യണം. വെയിലൊന്നും കാണില്ല. വെയിലല്ല, മഴ കാണുന്നില്ല. അപ്പം വെയിലത്ത് നട്ടപ്പാട് എന്തായാലും കരിയും. അപ്പം ഓല ചെത്തിയിട്ട് ഇനി ഒരു തണലാക്കി വെക്കണം.
ഇനി അതും ചെയ്യണം. ഇത് കണ്ട, ഇതെന്താണെന്നൊന്ന് മനസ്സിലായ? ഇത് മാംഗോസ്റ്റിനാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തരാം. അതിൻ്റെ കുരു ഞാനൊന്ന് വെറുതെ നട്ടു നോക്കിയതാണ്. അപ്പോഴത്തേക്കും മുളച്ചിട്ടുണ്ട്. 2 കുരു വന്നിട്ടിന്, 1 ഇടി ഉണ്ട്. പക്ഷെ അതും മുളച്ചിട്ടില്ല. ഈ ഒന്ന് മാത്രം മുളച്ചിട്ടുണ്ട്. ഇത് മുളച്ച് എന്നാവുന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാനിത് വെറുതെ ഒന്ന് ഞാൻ നട്ടു നോക്കിയത്. ഇത് മുളക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ മുളച്ചിട്ടുണ്ട്. ഇതിന് മുളച്ചിട്ട് എന്നാവും, വലുതാവോ, നമുക്ക് ചെയ്യിച്ച് കിട്ടുമോ എന്നാന്നല്ലോ ഇതിൻ്റെ വീഡിയോ പുറകെ വേറെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നല്ല വെയിലായതുകൊണ്ട് നമ്മളിപ്പോൾ നട്ടേരെല്ലാം തണലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് തണലുമായി. കുറച്ച് ഒരു 3-4 ദിവസം 4-5 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ തണൽ നമുക്ക് എടുത്തു മാറ്റാം. ശരിക്കും മഴയുണ്ടാവുന്ന വിചാരിച്ചിന്. നേരത്തെല്ലോ നല്ല മഴയുണ്ടായിന്. ആ മഴ കണ്ടിട്ടാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിന്. നമ്മൾ നടുമ്പോഴത്തേക്കും നല്ല വെയിൽ. ഇതാ നമ്മളിപ്പോൾ മാംഗോസ്റ്റിന് നട്ടിട്ടുണ്ട്. മാംഗോസ്റ്റിൻ നടുന്നത് വീഡിയോ എടുത്തിട്ടില്ല. ബാക്കിയുള്ള ചെടിയെല്ലാം നടുന്ന പോലെ നട്ടുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാം. ഇനി അത് നട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മഴയും പെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.